ഒന്നാലോചിച്ച് നോക്ക്, ഒരുപാട് ഫർള് നിങ്ങൾക്ക് ഖളാ ഉണ്ടല്ലേ, പ്രത്യേകിച്ച് സുബ്ഹ്. നാളെ റബ്ബ് ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ, നീ ലൊഹറും ആസറും മഗ്രിബും ഇശാഉം സുബ്ഹും നിസ്കരിച്ചോ എന്നാണ്. 100 കണക്കിന് സുബ്ഹ് നിസ്കാരം ഖളാ ആയിട്ടുണ്ടെങ്കിൽ അത് വീട്ടാനുള്ള നല്ലൊരു ട്രിക്ക് ഐഡിയ ഞാൻ പറഞ്ഞു തരാം. നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തേ. മിക്ക ആളുകൾക്കും സുബ്ഹ് നിസ്കാരമായിരിക്കും പോയിട്ടുണ്ടാവുക. ഇന്നു മുതൽ തറാവീഹ് നിസ്കരിക്കുമ്പോൾ, തറാവീഹിന് കൈകെട്ടുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ നഷ്ടപ്പെട്ട സുബഹി നിസ്കാരം മനസ്സിൽ കരുതുക. നമ്മുടെ മദ്ഹബ് പ്രകാരം സുന്നത്തായ നിസ്കാരത്തിന്റെ പിന്നിൽ പോയി ഫർള് തുടരുന്നത് കൊണ്ട് തെറ്റില്ല. നിങ്ങൾക്ക് ഒരുപാട് സുബഹി നഷ്ടപ്പെട്ടത് നിങ്ങൾക്കും അറിയാം, റബ്ബിനും അറിയാം. അപ്പൊ നിങ്ങൾ മനസ്സുകൊണ്ട് തറാവീഹ് നിയത്ത് വെക്കുന്നതിന് പകരം എന്റെ നഷ്ടമായ സുബഹി നിസ്കാരം അല്ലാഹു അക്ബർ കൈകെട്ടുക. ഒരു ദിവസം കൊണ്ട് മാത്രം നിങ്ങളുടെ നഷ്ടപ്പെട്ട 10 സുബ്ഹാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ഒരു മാസം കൊണ്ട് 300 സുബ്ഹ് നിസ്കാരം നിങ്ങൾക്ക് അള്ളാഹുവിന് തിരിച്ചു കൊടുക്കാൻ പറ്റും. പരിശുദ്ധ ഇസ്ലാമിൽ ഏറ്റവും പ്രധാനം ഫർള് നിസ്കാരമാണ്. അത് കഴിഞ്ഞിട്ടാണ് സുന്നത്ത് നിസ്കാരം. ഫർദിനോട് സുന്നത്തിനെ തുടരാം, സുന്നത്തിനോട് ഫർദിനെ തുടരാം, അദായിനോട് ഖളായിനെ തുടരാം, ഖളായിനോട് അദായിനെ തുടരാം. മറ്റാരും അറിയേണ്ട ചങ്ങായി, ഇനി തറാവ് നിസ്കരിക്കുമ്പോ ഇനി ബേക്കെന്ന് കരുതുക. എനിക്ക് ഖളായി സുബഹി എന്ന ഫർദ് നിസ്കാരം 2 റക്അത്ത് അല്ലാഹു തആല നിസ്കാരം അല്ലാഹു അക്ബർ. തറാവ് എന്ന ഇനി തുടരുക. ഇമാം 2 റക്അത്ത് തറാവ് നിസ്കരിക്കുമ്പോ ഇന്റെ ഒരു സുബഹി ഖളാ കിട്ടി. പിന്നെ കൈകെട്ടുമ്പോ സുബഹി എന്ന ഫർദ് നിസ്കാരം 2 റക്അത്ത് അല്ലാഹു തആല ഇമാമോട് നിസ്കരിക്കും അല്ലാഹു അക്ബർ. ഇമാമിന്റെ 20 റക്അത്ത് തറാവി നിസ്കരിക്കുമ്പോൾ എനിക്ക് 10 ദിവസത്തെ സുബഹി ഖളാ കിട്ടി. 10 ദിവസം 3 ദിവസമാകുമ്പോൾ 1 മാസത്തെ സുബഹി ഖളാ കിട്ടിയിട്ടുണ്ടാവും. 30 ദിവസം എത്രയാവും? ഏതാണ്ട് ഒരു കൊല്ലത്തോളം സുബഹി അങ്ങ് തീർന്നില്ല. ഇനിയും പഠിച്ചവന് മാത്രം അറിഞ്ഞാൽ മതി, വേറെ ആരും അറിയണ്ട. നമ്മളെ കൽബിൽ എന്താണെന്ന് മറ്റൊരാൾ അറിയില്ലല്ലോ. കേട്ടവനെ സുബഹിയിൽ ഒരുപാട് ഖളാ ഉണ്ടാകും. തറാവിക്ക് ആരും അറിയണ്ട, ഇനിയും പഠിച്ചവന് മാത്രം അറിഞ്ഞാൽ മതി. കരുതിക്കൂട്ടി തന്നെ തുടരാം. ഫർദിനോട് സുന്നത്തിനെ തുടരാം, സുന്നത്തിനോട് ഫർദിനെ തുടരാം, അദായിനോട് ഖളായിനെ തുടരാം, ഖളായിനോട് അദായിനെ തുടരാം. ഇതൊക്കെ അറിയുന്നവരാണെങ്കിൽ അമൽ ചെയ്യാൻ മുൻപോട്ട് വരുമായിരുന്നു. അതൊന്നും അറിയില്ല. ചില മൗലാക്കന്മാരൊക്കെ റമദാനിക്ക് വൃതി പറയുമ്പോൾ ഇതാ ഫർദ് നിസ്കാരം ഖളാഉള്ളാക്ക് തറാവ് നിസ്കാരം കഠിനമായ ഹറാമാണ്, വിത്ർ നിസ്കാരവും ഹറാമാണ് എന്നൊക്കെ മൊയ്ലാർ ഉഷാറായിട്ട് പറഞ്ഞ് കരഞ്ഞ് ദ്വാരുന്ന് പൈസയും വാങ്ങും മൊയ്ലാർ പോയി. അന്ന് യശാ നിസ്കരിച്ച്, യശാന്റെ സുന്നത്ത് നിസ്കരിച്ച് സലാത്ത് ജാമിഅ റഹ്മത്തുല്ലാഹി സല്ലു അലൻ നബിയിൽ മുസ്തഫൽ മുഖ്താരി മുഹമ്മദിൻ വആലി എല്ലാവരും അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് വബാരിക് വസല്ലിം അലൈഹി اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه وصل على جميع الأنبياء والمرسلين الحمد لله رب العالمين على المصطفى صلاة. അപ്പം ബേക്കിന്ന് സല്ലി അലാ മുഹമ്മദ് വഅലാ ഇമാമ കയ്യട്ടി ബേക്കിന് നോക്കും. എന്താ പോക്കറാജൽ പോയി? മമ്മൂക്കനെ കാണുന്നില്ലാലോ, ഇമാമനെ കാണുന്നില്ലാലോ, ജമാലിനെ കാണുന്നില്ലാലോ. എല്ലാവരും പോയിക്ക് ആ പഹയം പിടിച്ച മൊയ്ലാറെ ഉറുതിയോട്ട് പറ്റിയതാ. ഇവരൊക്കെ ഒരുപാട് നിൽക്കാറ് ഖളായുണ്ട്. പലപ്പോഴും ഫർദിക്കാരൻ ഖളായിലൊക്കെ സുന്നത്തക്കാരൻ ഹറാമാന്നല്ലേ മൊയ്ലാർ പറഞ്ഞേ. ഈ റമദാൻ മാസത്തിൽ പള്ളിയിൽ നിന്ന് ഹറാം ചെയ്യാൻ നമുക്കാവൂലേ? ഒരെല്ലാം പോവാ. ആ ഹറാമിന്റെ മാന വേറിയാ കേട്ടോ. ഒരു കാരണമില്ലാതെ ഫർദ് ഖളാ ഉള്ളവർക്ക് ആ സുന്നത്തക്കാരൻ ഹറാം കേട്ടോ. ഉറങ്ങിപ്പോയിട്ടെല്ലാം സ്വന്തം ഖളായിപ്പോ, നമുക്കെല്ലാം ഖളായിപ്പോ. ഓലിക്കൊന്നും സുന്നത്തിക്കരിക്കാൻ ഹറാമില്ല കേട്ടോ. കരുതിക്കൂട്ടി മനഃപൂർവ്വം ധിക്കാരപരമായി ഫർദിക്കാരൻ ഖളായൊക്കെ എനിക്ക് 4 സംഗതി ഒഴിച്ച് മറ്റുള്ള സമയം ഇത് ഖളാ വീട്ടാൻ ചെലവാക്കണം. ഒന്ന്, ഓന്റെ നഫ്സിന്റെ മഈശത്തിന് വേണ്ടി ജോലിക്ക് പോകാം, അന്നേരം ഖളാ വീട്ടണ്ട. അവൻ ചെലവ് കുരുരൂപമായ ഭാര്യാഭർത്താക്കന്മാരെ ചെലവ് കൊടുക്കാൻ വേണം, ജോലിക്ക് വേണം പോകാം. 2, അതാത് ദിവസം ചെയ്യേണ്ട ഫർദ് ചെയ്യണ്ടേ, അത് ചെയ്യണം. 3, പിന്നെ നൗമുൻ ഗാലിബുൻ, ഗാലിബ ഉറങ്ങിക്കില്ല, അപ്പടം ഉറക്കം വീണു. ഉറക്ക് ശരീരത്തിന്റെ ആവശ്യ വസ്തുവാണ്, അപ്പൊ ഉറങ്ങണം. ഈ 4 സംഗതി ഒഴിച്ച് മറ്റ് എന്ത് സംഗതിയിൽ സമയം ചെലവാക്കലും ഹറാമാണ്. മൗലൂദ് ഓതലോ അത് ഹറാമ്, ഖുർആൻ ഓതലോ അത് ഹറാമ്, ചന്ദ്രനെ നോക്കലോ അത് ഹറാമ്. മറ്റൊരു സംഗതിയിൽ സമയം ചെലവായി കൂടാന്നാണ്. അതായി ഹറാമിനാണ്. നിക്കരിക്കാണ്ട് കുത്തിരിക്കൽ ഹറാം തന്നെയാണ്. മൂലാറ വിശദീകരണം കുറഞ്ഞു ചോദിച്ചാ ഫർദിക്കാരൻ ഖളാ സുന്നത്തിക്കല് കഠിനമായ ഹറാമെന്ന് ആരും പിന്നെ തറാവിക്കരിക്കോ ഉണ്ടാവുക. ഇങ്ങനെ ഖളാ കൂട്ടാന്ന ഖളാ കൂട്ടിക്കോളി,
അല്ലേ നിങ്ങൾ തറാവി കറിച്ചോളി. നിൽക്കാരം പറ്റുന്ന ഉറപ്പാ ഒന്നാഹി നിൽക്കാരം പറ്റും. ഒരു ശംസം ഞങ്ങൾക്ക് വേണം. അതിന്റെ പറഞ്ഞ ഏത് ഉദ്ദേശ ശുദ്ധിയില്ലാത്തവൻ പറഞ്ഞാലും കൂലി കിട്ടുന്ന സംഗതി അതിൽപ്പെട്ട ഒന്നാം സലാത്ത്. നിക്കാരത്തിൽ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് ഫർദല്ല, അതിനുള്ള എന്തായാലും കൂലി ഉണ്ടാവും. അത് റസൂലുള്ളാഹിനെ മാനിച്ചിട്ട് അള്ളാഹിന്റെ ഒരു ഔദാര്യം. ഉദ്ദേശശുദ്ധി ഇല്ലാത്തവൻ പറഞ്ഞാലും ഏത് ബടക്കത്തിലും കൊടുത്തു സലാത്ത് ചെല്ലിയാലും റസൂലുള്ളാഹിന്റെ പവിത്രത മാനിച്ചിട്ട് അള്ളാഹു അതിന് പ്രതിഫലം തരും. അതിന്റെ ഫർദക്കാരോ കഥാ വീട്ടുന്നത് അതാ നല്ലേ. അല്ലേ ഇങ്ങനെ തറാവി കച്ചവടി മക്കളെ. അതിന്റെ പറയുമ്പോ ഒരുപാട് ഫർദുകളും കഥാ ഉണ്ടതിനടുത്തിന് ഇനി തറാവി കരിക്കാൻ തുടരുക. ഇമാം തറാവി കരഞ്ഞ് എനിക്ക് കഥായിപ്പ് ളുഹർ എന്ന ഫർദ് നിസ്കാരം ഇമാമുള്ള 4 റക്അത്ത് അള്ളാഹു നിസ്കാരം അള്ളാഹ് കൈകെട്ടി. ഇമാം 2 റക്അത്ത് നിസ്കരിച്ച് അത്തഹിയ്യാത്ത് ഇഞ്ഞി ഓതി. ഇമാം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് അസ്സലാമു അലൈക്കും വറഹ്മത്തുൽ മുസ്തഫ ഇമാം എണീക്കുമ്പോ ഇനി സലാം വീട്ടണ്ട കേട്ടോ. ഇമാം വേഗം കൈയ്യെട്ടുമല്ലോ. ഇനി വേഗം നീ ചോണ്ടോടി കൂടുക. അതിന് 2ഉം കൂടി വെച്ച് സലാം വീട്ടുമ്പോ എനിക്ക് 4 റക്അത്തായി. ഒരു കുഴപ്പമില്ല. ഫർദിനോട് സുന്നത്തിനെ തുടരാം, സുന്നത്തിനോട് ഫർദിനെ തുടരാം. പഠിച്ച എന്തൊക്കെ വഴിയുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, ഈ വരുന്ന കൊല്ലത്തെ റമദാനിലെ അടുത്ത മാസമാകുന്ന റമദാനിലെ തറാവി നമസ്കാരമൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ. പെണ്ണുങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണേ.